വംശഹത്യ എന്നൊരു വാക്കുച്ചരിക്കുമ്പോൾ മലയാളത്തിലെ അനേകായിരം വാക്കുകൾക്കിടയിലെ ഒരു വാക്ക് എന്ന രീതിയിൽ നമുക്കതിനെ അലസമായി നിഷ്ക്രിയമായി ഒരിക്കലും കാണാൻ കഴിയില്ല. എന്നാൽ നിരന്തരം വംശഹത്യ, കലാപം, കൂട്ടക്കൊല, ആൾക്കൂട്ടക്കൊല എന്നിപ്രകാരമുള്ള വാക്കുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരു ഘോഷയാത്രയിലെന്ന പോലെ കടന്നു വരുമ്പോൾ അതിൻ്റെ ഭീകരത, ആ ഭീകരതയുടെ ആഴം നമ്മെ അത്രമേൽ അസ്വസ്ഥമാക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അത്രമേൽ പരിചിതമാകുന്നതോടുകൂടി, അത്രമേൽ സ്വാഭാവികമാകുന്നതോടുകൂടി വംശഹത്യ പോലും സാധാരണ മലയാള വാക്കുകളിൽ ഒന്നായി നമ്മെ പൊതിയും. പറഞ്ഞു വരുന്നത് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതു വംശഹത്യ എന്ന് പറയുന്നതും എല്ലാ വിവരണങ്ങൾക്കും അപ്പുറത്തുള്ള, വിശദീകരണങ്ങൾ അസാധ്യമാക്കുന്ന, വ്യാഖ്യാനങ്ങളുടെ ചട്ടക്കൂട് പൊളിക്കുന്ന, നമ്മുടെ തന്നെ തിരിച്ചറിവുകളെ തകർക്കുന്ന, നമ്മുടെ പ്രതീക്ഷക്കപ്പുറത്തുള്ള ഭീകരതകൾ നമ്മെ നോക്കി വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. പറഞ്ഞു വരുന്നത് റയറ്റ്, കലാപം, ജനോസൈഡ്, വംശഹത്യ എന്നൊക്കെ തമ്മിലുള്ള വ്യത്യാസം പോലും സൂക്ഷ്മാർത്ഥത്തിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഏറെക്കുറെ ഇടവിട്ട് പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമെല്ലാം കടന്നു വരുന്ന ഈ വാർത്തകൾ ഇന്ന് നമ്മെ വല്ലാതെ വ്യാകുലപ്പെടുത്താതിരിക്കുന്നുണ്ടെങ്കിൽ, വേട്ടയാടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അത് നമ്മെ ആഴത്തിൽ അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമുക്ക് അസ്വസ്ഥപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ബ്രത്തിൻ്റെ പഴയൊരു കവിതയിൽ 10 ആൾ മരിച്ചപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള മനുഷ്യർ ഞങ്ങൾക്ക് ഐക്യം പ്രഖ്യാപിച്ചു. എന്നാൽ മരണസംഖ്യ, കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 ആളുകൾ ഐക്യപ്പെടുന്നത് കുറഞ്ഞു വന്നു. 1000 ആരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനില്ലാതായി. ഒരു തരത്തിൽ മുറിപ്പെടുത്തുന്ന മാരകമായ ഒരു നിശബ്ദതയുടെ ചാരനിറമാർന്ന ഒരു പുതപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തെ മൂടുന്നത് പോലെ, ബ്രത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ, അനീതി പേമാരി പോലെ കോരിച്ചൊരിയുമ്പോൾ നിർത്തൂ എന്ന് പറയാൻ പോലും ആരുമില്ലാത്ത വിധം മുറിപ്പെടുത്തുന്നൊരു നിശബ്ദതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഇത്രയും സൂചിപ്പിക്കുന്നത് 2002 ഗുജറാത്തിലെ വംശഹത്യ, അതിനു മുമ്പ് നടന്ന കലാപങ്ങളിൽ നിന്നും, ഒരുപക്ഷെ അതിനു മുമ്പ് നടന്ന നമ്മുടെ സ്മൃതിയിൽ നിന്ന്, ഓർമ്മയിൽ നിന്ന് പൂർണ്ണമായും മായ്ച്ചു കളയപ്പെട്ട, എന്നാൽ വീണ്ടും നാം അത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അപഗ്രഥിച്ച് പഠിക്കേണ്ട പൂഞ്ച് വംശഹത്യയും ജമ്മു കാശ്മീരിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ വംശഹത്യ പൂർണ്ണമായും മായ്ച്ചു കളയപ്പെട്ടത് ഇന്ന് നമ്മൾ അനിവാര്യമായി ഓർത്തെടുക്കുന്നത് ഒരു കാരണവശാലും ഇനി ഇത്തരത്തിലുള്ള വംശഹത്യകൾ ഉണ്ടാകാതിരിക്കാനുള്ള ജനായത്ത ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. 1982 നെല്ലി വംശഹത്യ, തിവാരി കമ്മീഷൻ റിപ്പോർട്ടടക്കം പുറത്തു വന്നിട്ടില്ല എന്നൊരു നടുക്കത്തോടെ ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പല വംശഹത്യകളും പൂർണ്ണ വിസ്മൃതിയിലേക്ക്, ഞാൻ വിചാരിക്കുന്നത് അത് ഓർമ്മയിലുണ്ടായിരുന്നെങ്കിൽ, അത് വേണ്ട വിധം പഠിക്കപ്പെട്ടിരുന്നെങ്കിൽ, അത് സൂക്ഷ്മമായി അപഗ്രഥിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഒരു വലിയ പരിധിവരെ തുടർന്ന് നടക്കുന്ന വംശഹത്യകൾ പൂർണ്ണമായും തടയാനായിട്ടില്ലെങ്കിലും ഒരു തടയിടാനെങ്കിലും നമുക്കത് സഹായകമാകുമായിരുന്നു എന്നാണ്. അതായത് വംശഹത്യകളെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്
ഇനിയൊരിക്കലും അത് ആവർത്തിക്കാതിരിക്കാനുള്ള ജനായത്ത ജാഗ്രതയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ആദ്യത്തെ വംശഹത്യ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പലവിധ കാരണങ്ങളാൽ മറ്റു വംശഹത്യകളിൽ നിന്ന് അത് വേറിട്ട് നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് 2002 വംശഹത്യ 23 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളി സമൂഹം ആലോചിക്കാൻ ഇടവരുത്തിയതിന് നമ്മൾ നന്ദി പറയേണ്ടത്. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു അമ്പരപ്പാണ് അനുഭവപ്പെടുന്നത്. കാരണം വംശഹത്യയുമായി ബന്ധപ്പെട്ട ഒരാലോചനയിൽ ഒരർത്ഥത്തിലും അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രത്യേകിച്ചും കടന്നു വരാൻ ഇടയില്ലാത്ത മലയാള വാക്കുകളിലൊന്നാണ് നന്ദി. പക്ഷേ ഇവിടെ അത് ഉപയോഗിക്കുന്നത് മറ്റൊരു സന്ദർഭത്തിലാണ്. അതായത് ഒരു സിനിമ, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്നൊരു സിനിമ, ആ സിനിമയാണ് 23 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് അവസരമൊരുക്കിയത് എന്നുള്ളത് ഒരർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും വംശഹത്യകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയുടെ ഭാഗമായി തീരുകയാണെങ്കിൽ അഭിനന്ദനാർഹമാണ്. ആ അർത്ഥത്തിലാണ് വീണ്ടും കേൾക്കാൻ കൊതിക്കാത്ത, പറയാൻ ആഗ്രഹിക്കാത്ത ഗുജറാത്തിലെ വംശഹത്യയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഇവിടെ ശ്രമിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അതേക്കുറിച്ച് എമ്പുരാൻ മാത്രമല്ല, അതിനു മുമ്പും സിനിമകൾ വന്നിട്ടുണ്ട്, കഥകൾ വന്നിട്ടുണ്ട്, കവിതകൾ വന്നിട്ടുണ്ട്, പാട്ടുകൾ വന്നിട്ടുണ്ട്, പ്രബന്ധങ്ങൾ വന്നിട്ടുണ്ട്, പഠനങ്ങൾ വന്നിട്ടുണ്ട്, എത്രയെത്രയോ പ്രമേയങ്ങൾ, പ്രസ്താവനകൾ, അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ എല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. പരോക്ഷമായി ഇതിനെ ന്യായീകരിക്കുന്ന ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയത്തക്ക എന്തെങ്കിലും പുതുമ ഇന്ന് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഉണ്ടായിത്തീരും എന്ന് കരുതാൻ നിർവാഹമില്ല. പുതുമയല്ല കാര്യം, മറിച്ച് നമ്മുടെ ജീവിതത്തെ ഇത്രമേൽ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല എന്ന മട്ടിൽ ഒരുതരം നിഷ്ക്രിയമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നാം വഴുക്കി വീഴാതിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത അനിവാര്യമാണെങ്കിൽ നമ്മളത് ഓർമ്മിച്ചെടുക്കണം. വാൾട്ടർ ബെഞ്ചമിൻ്റെ പ്രസിദ്ധമായ ഒരു പഴയ പ്രയോഗം കടമെടുത്താൽ ആപത്തിൽ മിന്നിമറയുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം. അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് നമ്മുടെ ചരിത്രത്തിൻ്റെ ചോരയിറ്റുന്ന, ഇന്നും മുറിവുകൾ ഉണങ്ങിയിട്ടില്ലാത്ത, ഇന്നും നിലവിളികൾ നിലച്ചിട്ടില്ലാത്ത ഒരു ഭീകരാനുഭവത്തിൻ്റെ ഭാഗമാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസ് എന്ന് വിളിക്കാവുന്ന, മലയാളത്തിൻ്റെ എക്കാലത്തെ അഭിമാനമായ കടമേട്ട രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം കടമൻ എന്ന് വിളിക്കുന്ന, മലയാളി കടമൻ എന്ന് വിളിക്കുന്ന ആ കാലത്ത് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി പി അപ്പുക്കുട്ടൻ മാഷ്, അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പമില്ല. ആ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലക്ക് മറ്റുള്ളവർക്കൊപ്പം ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ സന്ദർശനം എന്ന വാക്കാണോ ഉചിതം എന്നറിഞ്ഞുകൂടാ. കാരണം ഇതൊരു സന്ദർശനമല്ല, ഇതൊരു നെഞ്ചിടിപ്പിൻ്റെ, ചങ്ക് പൊട്ടുന്ന അനുഭവങ്ങളുടെ ഒരു ഭാഗമാണ്. ആ അർത്ഥത്തിൽ ഞങ്ങൾ 2002 ഫെബ്രുവരി 27 മുതൽ ആരംഭിക്കുന്ന, അങ്ങനെയാണ് പൊതുവെ പറഞ്ഞു പോരാറുള്ളത്. പക്ഷേ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ ആ പറച്ചിലിൽ തന്നെ ഗൗരവമായൊരു തിരുത്ത് ആവശ്യമുണ്ട്. കാരണം ഇന്ത്യൻ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ സാമാന്യ ബോധത്തെ സംബന്ധിച്ചിടത്തോളവും 2002 ഫെബ്രുവരി 27 ഗോദ്ര സംഭവത്തോടു കൂടിയാണ് ഈ വംശഹത്യ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നാടൻ പ്രയോഗം കടമെടുത്താൽ ഗോദ്രയിൽ നിരപരാധികളായ, നമുക്കറിയാം ഇന്നും നടുക്കത്തോടെ അല്ലാതെ ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിൻ്റെ കോച്ച് 6 വെന്തു മരിച്ച കർഷകരായ മനുഷ്യരെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നടുക്കമുണ്ടാക്കുന്നതാണ്, അത്യന്തം ഭീകരമാണ്, ക്രൂരമാണ്. മലയാള ഭാഷയിലെ ഏത് വാക്കുപയോഗിച്ച് വിവരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വിവരണം ആ ക്രൂരതയുടെ സമീപത്ത് എത്തുകയില്ല.
അത്രയും നടുക്കമുണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളെ അമ്പരപ്പിക്കുന്ന വസ്തുത, ഇപ്പോൾ പോലും ആ മരിച്ച 59 പേരിൽ 39 പേരുടെ വിശദാംശങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ്. റിപ്പോർട്ടുകൾ പറയുന്നതിനനുസരിച്ച് ഗോദ്ര എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എങ്ങനെ സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതും പൂർണ്ണമായ ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തേണ്ടതും ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഗുജറാത്ത് വംശഹത്യയെ ഗോദ്രയുമായി മാത്രം ചേർത്ത് വച്ച് ആലോചിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതിയാണ് എന്ന് പറയാതെ നിർവാഹമില്ല. അങ്ങനെ പറയാൻ കാരണം പ്രശസ്ത ചരിത്ര പ്രതിഭ റമീല താപ്പറും മറ്റും ചൂണ്ടിക്കാണിച്ച പോലെ 980-കൾ മുതൽ തന്നെ ഗുജറാത്തിൽ അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ, അവിടുത്തെ സാമാന്യബോധത്തിൽ, അവിടുത്തെ ആശയപ്രചാരണ രീതികളിൽ വലിയ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. അത് അടയാളപ്പെടുത്താതെ ഈ വംശഹത്യ അവഗണിക്കാനാവില്ല. ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി അടുത്ത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് അമേരിക്കയിൽ വെച്ച് പത്രപ്രവർത്തകരുടെ ചോദ്യം ഉണ്ടായപ്പോൾ അതിനേക്കാൾ വലിയ കലാപം 1969 അഹമ്മദാബാദിൽ നടന്നിട്ടുണ്ട്, അതൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല എന്ന മട്ടിൽ പ്രതികരിച്ചതായിട്ടാണ് പത്രവാർത്ത. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 1969 അഹമ്മദാബാദിലെ വർഗീയ കലാപം മറ്റ് വർഗീയ കലാപങ്ങളെക്കാൾ ആഴത്തിൽ നടുക്കമുണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ 69 വർഗീയ കലാപമല്ല, അതിൻ്റെ തുടർച്ചയല്ല, അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായതാണ് 2002 വംശഹത്യ. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. അത് റയറ്റും ജനോസൈഡും തമ്മിലുള്ള വ്യത്യാസമാണ്. റയറ്റ് എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ, രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ചുണ്ടാകുന്ന വികാര വിക്ഷോഭം, ആ വികാര വിക്ഷോഭത്തിൻ്റെ വേലിയേറ്റത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കലാപം എന്നതുകൊണ്ട്, വർഗീയ കലാപം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതിനെ ഭരണകൂടത്തിന്, സ്റ്റേറ്റിന്, സർക്കാരിന്, മറ്റ് ജനായത്ത സംഘടനകൾക്ക് അവരുടെ ഇടപെടൽ കൊണ്ട് ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും. ആ സാമുദായിക വിഭാഗങ്ങൾക്കിടയിൽ തന്നെ ഈ വികാര വിക്ഷോഭത്തിൻ്റെ വേലിയിറക്കമുണ്ടായാൽ പതിവ് പോലെ ജീവിതം തുടരുന്നതും ജീവിതം പിന്നെയും തളർക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ഭാഗത്തും പല സമയത്തായി വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കലാപത്തിൻ്റെ തീ അണഞ്ഞാൽ അവരുടെ ജീവിതം പതിവ് പോലെ തുടരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ വംശഹത്യ എന്ന് പറയുന്നത് ആരാണോ ഇത്തരത്തിലുള്ള ഭീകരതകൾ അവസാനിപ്പിക്കേണ്ടത്, ആ സർക്കാർ സംവിധാനം ഈ ഭീകരതകൾക്കൊപ്പം നിൽക്കുകയും ഇരകൾക്ക് സഹായം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. മാത്രമല്ല, വംശഹത്യ കഴിഞ്ഞാലും വംശഹത്യാനന്തര സാമൂഹ്യ പശ്ചാത്തലം വളരെ ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് വംശഹത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ വംശഹത്യ പൂർവ്വ അവസ്ഥ, വംശഹത്യ അവസ്ഥ, വംശഹത്യാനന്തര അവസ്ഥ, ഈ മൂന്നവസ്ഥകളും പഠിക്കേണ്ടതുണ്ട്. വംശഹത്യ പൂർവ്വ അവസ്ഥയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയാണ് റമീല താപ്പറെ പോലുള്ള ചരിത്ര പ്രതിഭകൾ പറഞ്ഞ ചരിത്രത്തിൽ നടന്ന അട്ടിമറി, പാഠപുസ്തകങ്ങളിൽ നടന്ന അട്ടിമറി, ഇതൊക്കെ പഠിക്കപ്പെടേണ്ടി വരുന്നത്. മാത്രമല്ല 80കളുടെ പകുതി എന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമായും അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം സാർവദേശീയ അടിസ്ഥാനത്തിൽ തന്നെ നവലിബറൽ ആശയങ്ങളുടെ കടന്നുവരവ്, നവലിബറൽ സാമ്പത്തിക കാഴ്ചപ്പാടുകൾ ഇന്ത്യയിൽ നടപ്പിലാക്കി തുടങ്ങുന്നത്, അഹമ്മദാബാദിലൊക്കെ വലിയ തുണിമിൽ വ്യവസായം പ്രതിസന്ധിയിലാവുന്നത്, ഒരുപാട് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത്, ഇങ്ങനെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ അതേ കാലത്ത് തന്നെയാണ് ജാതി മേൽക്കോയ്മയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കെതിരെ സംവരണത്തിൻ്റെ പേരിൽ ഗുജറാത്തിൽ വലിയ കലാപം ഉണ്ടാകുന്നത്. ഇങ്ങനെ കലുഷമായൊരു പശ്ചാത്തലത്തിൽ പല സ്ഥലത്തും ഹിന്ദുരാഷ്ട്രത്തിലേക്ക് സ്വാഗതം എന്ന ബോർഡ് പോലും പ്രത്യക്ഷപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ തുടർച്ചയിൽ ഗോദ്രയെ കൂടി ചേർത്ത് 2002 ഫെബ്രുവരി മാസത്തിലെയും മാർച്ച് ആദ്യത്തിലെയും വംശഹത്യയെ അടയാളപ്പെടുത്തുന്നതായിരിക്കും ചരിത്രപരമായി ശരിയാവുക എന്നാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ, വിമർശകൻ എന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, ഞങ്ങൾ 2002
ഗുജറാത്തിലേക്ക് പോകുമ്പോൾ, കടമനിട്ടയുടെ അപ്പുകുട്ട മാഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പോകുമ്പോൾ ഒരുപാട് വിവരങ്ങൾ പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അതൊക്കെ ഞങ്ങൾ വായിച്ചിരുന്നു, അതേക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് നെഞ്ചിടിപ്പോടെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പത്രത്തിൽ വായിച്ചതല്ല, മറ്റു പുസ്തകങ്ങളിൽ കണ്ടതൊന്നുമല്ല ഗുജറാത്തിൽ സംഭവിച്ചത്. അതിനൊക്കെ എത്രയോ അപ്പുറത്താണ്, നമ്മളുടെ അഭ്യൂഹങ്ങൾക്കപ്പുറത്താണ് അവിടെ കാര്യങ്ങൾ നടന്നത്. അതിൽപ്പെട്ട ഒരു കാര്യം മാത്രമാണ് വളരെ സംക്ഷിപ്തമായിട്ട് പറയണമെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾ പോകുമ്പോൾ മലയാളത്തിൻ്റെ അഭിമാനമായ കടമൻ പലവിധ കാരണങ്ങളാൽ ഏറെക്കുറെ കവിത എഴുത്ത് നിർത്തിയ ഒരവസ്ഥയിലായിരുന്നു. പലരും തമാശയായിട്ട് കടമനോട് ചോദിക്കുമായിരുന്നു, ഞാനും ചോദിച്ചിട്ടുണ്ട്, എന്താ കടമൻ ഇപ്പോൾ കവിതയൊന്നും എഴുതാത്തത്? അന്ന് വേറൊരു തമാശ പ്രചാരത്തിലുണ്ടായിരുന്നു. കടമൻ കുറച്ചൊക്കെ കള്ളു കുടിച്ചിരുന്ന കാലമായിരുന്നു. ആ കുടി നിർത്തിയതാണ് കവിത നിൽക്കാൻ കാരണം എന്ന് ചിലർ പരിഹസിച്ചു. മറ്റു ചിലരാകട്ടെ ആ കാലത്താണ് കടമൻ പൂക്കാസയുടെ സംസ്ഥാന പ്രസിഡൻ്റാവുന്നത്. പൂക്കാസയുടെ പ്രസിഡൻ്റായതുകൊണ്ടാണ് കടമൻ്റെ കവിതകൾ പുറത്തു വരാത്തത് എന്ന് മറ്റു ചിലർ തമാശയായിട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ടാൽ കടമൻ ചിരിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ വംശഹത്യ നടന്ന സ്ഥലങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, ഇരകളായ മനുഷ്യർ, അവരോടൊക്കെ സംസാരിച്ച് വളരെ അസ്വസ്ഥമായിട്ട് ഗുജറാത്തിൽ നിന്ന് തീവണ്ടിയിൽ കേരളത്തിലേക്ക് മടങ്ങുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ കടമൻ എഴുതുന്ന ഒരു കവിതക്ക്, ഒരുപക്ഷെ കടമൻ എഴുതുന്ന കവിതക്ക് മാത്രമല്ല, ഒരു കവി എഴുതുന്ന കവിതക്കും ആ കവിയുടെ ചാരത്തിരുന്ന് സമീപത്തിരുന്ന് അത് ശ്രദ്ധിക്കാൻ അതുവരെ അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ തീവണ്ടിയിൽ വെച്ച് കടമൻ ക്യാ എന്ന കവിത എഴുതുമ്പോൾ, ആ കവിതയെക്കുറിച്ചും പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ഹിന്ദി വാക്ക് മലയാള കവിതയുടെ തലക്കെട്ടായിട്ട് വരുന്നത് വെറും തലക്കെട്ടല്ല, മനുഷ്യൻ്റെ തല അറുത്തു മാറ്റുന്ന, മനുഷ്യനെ ചവിട്ടി കൊല്ലുന്ന ഭീകരമായൊരു പശ്ചാത്തലത്തെ ഉള്ളിലൊതുക്കി മലയാളമല്ലാത്ത വേറൊരു ഭാഷയിലെ ഒരു വാക്ക്, ക്യാ വെറും വാക്കല്ല, അതൊരു ചോദ്യമാണ്. എന്ത് എന്നർത്ഥമുള്ളൊരു ഹിന്ദി വാക്ക് കൊല്ല് എന്ന ആക്രോശമായി മലയാളത്തിൽ മാറുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കടമനിട്ടയുടെ ഈ കവിതയിലാണ്. ഗുജറാത്തിലെ കരളൊരുക്കുന്ന കാഴ്ചകൾ കണ്ട് തീവണ്ടിയിൽ ഞങ്ങൾ മടങ്ങുമ്പോൾ ആ മടക്കയാത്രയിൽ വെച്ചാണ് അതുവരെ നിന്നുപോയ കടമൻ്റെ കവിത ആരുടെ അനുവാദം ചോദിക്കാതെ ക്യാ എന്ന പേരിൽ ഒരു പുതു കവിതയായി കടന്നു വന്നത്. അടുത്ത ലക്കത്തിൽ ക്യാ എന്ന കവിതയെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, അന്വേഷിക്കാം, അപഗ്രഥിക്കാം.